1949 15th ജനുവരിയിൽ ഫീൽഡ് മാർഷൽ കരിയപ്പ അദ്ദേഹം ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി നിയോഗിച്ച ഒരു ദിവസമാണിന്ന്. അതുകൊണ്ടാണ് അതിന് ഇന്ത്യൻ ആർമി ഡേ എന്ന് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. ഈ ഒരു ദിവസത്തിൽ ആദ്യമായിട്ട് ഞാൻ ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ വീരമൃത്യു വരിച്ച എല്ലാ സൈനികരെയും ഞാൻ സ്മരിക്കുകയാണ്. അവരുടെ ആ ഒരു ത്യാഗം കൊണ്ടാണ് ഇന്ന് ഭാരതം ഈ നിലക്ക് നിൽക്കുന്നത് എന്നതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ, ആ കുടുംബാംഗങ്ങളുടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ സ്വന്തം രാജ്യത്തിന് വേണ്ടി കൊടുത്ത ആ കുടുംബത്തിനും നമ്മൾ സ്മരിക്കുകയാണ്. അത്രയും ആദരവോടെ തന്നെ അവരെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഭാരതത്തിൻ്റെ സൈന്യത്തിൽ, ഇന്ത്യൻ ആർമിയിൽ വളരെ പാഷനേറ്റായിട്ട്, വളരെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന മിടുക്കിമാരുമായിട്ടുള്ള ധാരാളം യുവാക്കളുണ്ട്. ആ യുവാക്കളെയും അവരുടെ സേവനം കൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് ഇവിടെ സേഫായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുകയാണ്. അവരെയും ഞാൻ സ്മരിക്കുകയാണ്, അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ സ്മരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതേ യൂണിഫോം ഇട്ട പൂർവ്വ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ഒരു ദിനത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അവരെയും നന്ദിയോടെ നമ്മൾ നാട്ടുകാർ ഓരോരുത്തരും അവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഭാരതത്തിൻ്റെ സൈന്യത്തിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ ആർമിയാണ്, ഇന്ത്യയുടെ ആർമിയാണ്. ഇന്ത്യ എന്നുള്ളൊരു ആ ഒരു രാജ്യത്തിനെ കാൽക്കുന്ന, അതിൻ്റെ നാഷണൽ ബോർഡേഴ്സിനെ, അതിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെ സംരക്ഷിക്കുന്നതാണ് ഇന്ത്യൻ ആർമി. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരിക്കൽ കൂടി ഭാരതം തെളിയിച്ചതാണ് ഭാരതത്തിന് എത്രമാത്രം കരുത്തുണ്ടെന്നും ഭാരതത്തിൻ്റെ ഉള്ളിൽ വന്ന് ആര് ഭാരതീയരായിട്ടുള്ള ആളുകളെ വേദനിപ്പിച്ചാലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതിനുള്ള മറുപടി സൈന്യത്തിലൂടെ ഭാരതം കൊടുക്കാൻ കഴിവുള്ള ഒരു ഭാരതമാണ് ഇപ്പോൾ. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള കരുത്തുമുണ്ട്, സൈനികപരമായിട്ടുള്ള കരുത്തുമുണ്ട് എന്ന് കാണിച്ച ഒരു വർഷം കൂടിയാണ് ഈ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിന് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആപത്ത്, നമുക്കറിയാം കേരളത്തിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പം ഏറ്റവും ആദ്യം വരുന്നത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയൊക്കെ ആളുകൾ തന്നെയാണ്, ഇന്ത്യൻ നേവിയുടെയൊക്കെ ആളുകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഭാരതത്തിന് വേണ്ടി എപ്പോഴും നിലനിൽക്കുന്നത്, അത് യുദ്ധമായാലും സമാധാനമായാലും എന്തെങ്കിലും മറ്റു രീതിയിലുള്ള ഒരു ക്രൈസിസ് വന്നാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയെ കാണാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അവരുടെ അടുത്ത് നന്ദി മാത്രമല്ല, അവരുടെ അടുത്ത് ഒരു റെസ്പെക്റ്റ് മാത്രമല്ല, അവരെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കുക കൂടി വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സേവ പരമോ ധർമ്മോ തന്നെയാണ്. അപ്പോൾ സേവനം തന്നെയാണ് പരമോധർമ്മം എന്ന് വിചാരിച്ച് പോകുന്നതാണ്. അത് വെറും ഒരു ജോലിയല്ല, അതൊരു വളരെ ഡിവൈനായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് സൈനികരും എക്കാലത്തും കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ആർമിയാണ് നമുക്കുള്ളത്. ആ ആർമിയിലുള്ള ആളുകളെ അഭിമാനവും അവർക്ക് വേണ്ടിയുള്ള കരുത്തും നമ്മൾ ഓരോരുത്തരും ഭാരതീയർ നൽകണം.